നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോളിവുഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൂപ്പർ സ്റ്റാറാണ് സൽമാൻ ഖാൻ. നിരവധി സിനിമകൾ കണ്ട് നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആരാധകരാണ്. എന്നാൽ പിന്നീട് പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വധഭീഷണി നേരിടുന്നു എന്നതിലാണ്. ഇന്ന് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ബോളിവുഡ് താരം സൽമാൻ ഖാനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 14 നടന്റെ വീടിന് മുന്നിൽ നടന്ന വെടിവയ്പുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് 5 പ്രതികൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം നൽകിയത്. കേസിൽ അറസ്റ്റിലായ പ്രതികളെല്ലാം കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിൽപ്പെട്ടവരാണ്. ഏപ്രിൽ 14 ബൈക്കിലെത്തിയ 2 പേർ സൽമാൻ ഖാന്റെ ബാദ്രയിലെ വീടിന് മുന്നിൽ നിന്ന് വെടിയുതിർത്തത്. ഇതിന് പിന്നാലെയാണ് ലോറൻസ് ബിഷ്ണോയിയാണ് വെടിവയ്പ് ആസൂത്രണം ചെയ്തതെന്നും നടനെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതിയെന്നും വ്യക്തമായത്. തുടർന്ന് കേസിലെ പ്രതികളെ നവി മുംബൈക്ക് പോലീസ് പിടികൂടുകയായിരുന്നു. നടനെ കൊലപ്പെടുത്താനായി 25 ലക്ഷം രൂപയ്ക്കാണ് ബിഷ്ണോയ് സംഘം പ്രതികളുമായി കരാർ ഉറപ്പിച്ചിരുന്നത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മാസങ്ങൾക്ക് മുൻപേ പ്രതികൾ പദ്ധതിയുടെ ആസൂത്രണം ആരംഭിച്ചിരുന്നു. 2023 ഓഗസ്റ്റ് മുതൽ വിവിധ ഘട്ടങ്ങളായി നടത്തിയ ആസൂത്രണമാണ് ഈ വർഷം ഏപ്രിലിൽ നടന്ന വെടിവയ്പിൽ കലാശിച്ചത്. ആക്രമണത്തിനായി പാകിസ്ഥാനിൽ നിന്നടക്കം ആയുധങ്ങൾ സ്വന്തമാക്കി. AK-47 തോക്കുകളും നേരത്തെ പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തുർക്കിഷ് നിർമ്മിത സിഗാന തോക്കും ഉൾപ്പെടെയുള്ളവ പ്രതികളുടെ കൈവശമുണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നു. ആയുധങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം സൽമാൻ ഖാനെ നിരീക്ഷിക്കാനായി വൻ സംഘത്തെയും പ്രതികൾ ഏർപ്പാടാക്കിയിരുന്നു. ഏകദേശം 70ഓളം പേരെയാണ് നടന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നത്. നടന്റെ മുംബൈ ബാദ്രയിലെ വീട്, പൻവേലിലെ ഫാം ഹൌസ്, കൊറോഗാവിലെ ഫിലിം സിറ്റി എന്നിവിടങ്ങളിലെല്ലാം പ്രതികളുടെ നിരീക്ഷണ വലയമുണ്ടായിരുന്നു. നടനെ വധിക്കാനായി 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് സംഘം റിക്രൂട്ട് ചെയ്തിരുന്നത്. ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിൽപ്പെട്ട ഗോൾഡി ബ്രാർ, അൻമോർ ബിഷ്ണോയ് തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആക്രമണം നടത്താനായാണ് ഇവർ കാത്തിരുന്നതെന്നും കുറ്റപത്രത്തിലുണ്ട്. എന്തിനാണ് സൽമാൻ ഖാനെ മാത്രം അധോലോക നായകന്മാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തെപ്പറ്റി അറിയാം. 1998 ഹം സാത്ത് സാത്ത് ഹേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ രാജസ്ഥാനിൽ 2 കൃഷ്ണമൃഗങ്ങളെ സൽമാൻ ഖാൻ വേട്ടയാടി കൊന്നിരുന്നു. ഈ കേസിൽ 5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു. ലോറൻസ് ബിഷ്ണോയ് ഉൾപ്പെടുന്ന ബിഷ്ണോയ് സമൂഹം കൃഷ്ണമൃഗങ്ങളെ വിശുദ്ധ മൃഗങ്ങളായാണ് കണ്ടിരുന്നത്. 2023 തിഹാർ ജയിലിൽ നിന്നുള്ള അഭിമുഖത്തിൽ സൽമാൻ ഖാനെ കൊല്ലുക എന്നത് മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ബിഷ്ണോയ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രസ്താവിച്ചിരുന്നു. ഞങ്ങൾക്ക് പണം വേണ്ട, അവൻ ഞങ്ങളുടെ ക്ഷേത്രം സന്ദർശിച്ച് ഞങ്ങളോട് മാപ്പു പറയണം. ഒരു കൃഷ്ണമൃഗത്തെ വേട്ടയാടി എന്റെ സമൂഹത്തെ ആകെ അവൻ അപമാനിച്ചു. അയാൾക്കെതിരെ ഒരു കേസുണ്ട്, പക്ഷേ മാപ്പ് പറയാൻ അയാൾ തയ്യാറാകുന്നില്ല. ബിഷ്ണോയ് അഭിമുഖത്തിൽ അന്ന് പറഞ്ഞ വാക്കുകളാണിത്. 2022 മുതൽ ഈ ഒരു വധഭീഷണി നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് Y+ സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ സ്വയരക്ഷയ്ക്കായി മുംബൈ പോലീസ് ലൈസൻസോടെ തോക്കും സൽമാന് അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ ഗൺമാൻ ഉൾപ്പെടുന്ന എക്സ് കാറ്റഗറിയാണ് നൽകിയിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം സൽമാൻ ദുബായിൽ നിന്നും ഇറക്കുമതി ചെയ്ത ബുള്ളറ്റ് പ്രൂഫ് നിസാൻ SUV വാങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ഏത് നിമിഷവും അദ്ദേഹത്തിനെതിരെ വധശ്രമം നടക്കാനുള്ള സാധ്യതയും മുൻപിലുണ്ട്.